വളരെ രസകരമാണ് നമ്മുടെ ശിവൻകുട്ടി സാറിൻ്റെ വകുപ്പുകൾ. ശിവൻകുട്ടി സാർ ഒന്നോ ഒരു പ്രശ്നമുണ്ട്, ഒന്നുകിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ PM ശ്രീ എന്നൊക്കെ പറഞ്ഞ് ആകെ ജഗ പോകുകയായി, അവസാനം CPI പിണങ്ങിപ്പോയി, പിന്നെ അവസാനം നാത്തൂനും HMP-ആയി, അവസാനം മാർഗം കളിച്ച് എല്ലാവരും കൂടി തിരിച്ചു വന്നു, സുന്നത്ത് കല്യാണമൊക്കെ നടത്തി തിരിച്ചു വന്നു. അവരിപ്പോൾ ഒന്നിച്ച് ബിരിയാണി കഴിച്ച് പിരിഞ്ഞും പോകുന്നപ്പോൾ അടുത്ത തൊഴിൽ AITUC പിണങ്ങുന്നു. എന്താ സംഭവം? തൊഴിൽ വകുപ്പ് 2021 ഡിസംബർ 4 അതും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ശിവൻകുട്ടി അണ്ണനാണ്, ശിവഅണ്ണനാണ്. അപ്പം ശിവഅണ്ണൻ 2021 ഡിസംബർ 4 പിന്നെ ഒരു കേരള കോഡ് എന്ന് പറഞ്ഞ് 4 കോഡ് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ലേബർ കോഡിൻ്റെ കോഡുകൾ ഇവിടെ റെഡിയാക്കിക്കൊണ്ടൊരു ഉത്തരവിറക്കി. അതായത് കേരള കോഡ് ഓൺ വേജ് റൂൾസ് 2021 എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം ഇറക്കി ഇവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 10-25ഓളം വരുന്ന 10-20 കൂടുതൽ വരുന്ന ലേബർ കോഡുകളെല്ലാം കൂടി ഒന്നിപ്പിച്ച് ഒരു 4 കോഡാക്കി അവർ മാറ്റി. ഈ 4 കോഡാക്കി മാറ്റിയപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. തൊഴിലാളികൾക്ക് അല്ലാത്തവർക്ക് ഭാരവാഹികളാകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ യൂണിയനിൻ്റെ ഭാരവാഹിത്വം ഏതെങ്കിലും ഫാക്ടറിയോ അല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടുത്തെ യൂണിയൻ്റെ ആളുകൾക്ക് മാത്രമേ അതിൽ ഭാരവാഹി. ഇപ്പോൾ ഉദാഹരണം അംഗൻവാടികൾ എടുത്താൽ അതിൻ്റെ ഭാരവാഹിയായിട്ട് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, പിന്നെ മറ്റേ AITUC-യിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന് എല്ലാത്തിനും വെളിയിൽ നിന്ന് ഭാരവാഹികളാണ്. അതിന് പറ്റത്തില്ല. ഫാക്ടറിയിലായാലും കമ്പനിയിലായാലും, അത് ഫാക്ടറി കമ്പനി സർക്കാരിലല്ല പറയുന്നത്, കമ്പനിയിലൊക്കെ അയാൾക്ക് ഇപ്പോൾ കെൽട്രോണിലൊക്കെ ആണെങ്കിൽ വെളിയിൽ നിന്ന് ഭാരവാഹികളുണ്ട്. അതുപോലെ തന്നെ സിഡ്കോ ഒരുപാട് സ്ഥലത്തുണ്ട്. അതൊന്നും ഇനി പറ്റത്തില്ല. യഥാർത്ഥത്തിൽ തൊഴിലാളികളല്ലാത്തവർക്ക് ഭാരവാഹികളാകാൻ പറ്റത്തില്ല. അസംഘടിത മേഖലയിലുള്ളവർക്ക് ഇത് ഗുണവും ദോഷമുണ്ട്. മിനിമം വേതനം കൊടുക്കണം. സ്ത്രീകൾക്ക് രാത്രി ജോലി ചെയ്യാം. 5 വർഷത്തിൽ ഒരിക്കൽ പിന്നെ എന്താണ് വേതന പുതുക്കൽ ഉണ്ടാവണം. മിനിമം വേതനം കൊടുക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ വരും. നിശ്ചിത വരുമാനമുള്ളവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. 40 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആരോഗ്യ പരിപാടികൾ ഏർപ്പെടുത്തുക. 10% ജീവനക്കാരെങ്കിലും ഉള്ള ഒരു ശതമാനം 10% പേരെങ്കിലും ചേർന്നിട്ടുള്ളവർക്ക് ട്രേഡ് യൂണിയൻ അവിടെ രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ കൂട്ടമായിട്ട് അവധി എടുത്തു കഴിഞ്ഞാൽ അത് പണിമുടക്കായിട്ട് കണക്കാക്കും. ഇങ്ങനെ കുറേ തൊഴിലാളി ദ്രോഹമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. 12 മണിക്കൂർ ജോലി പറയുന്നു, 9 മണിക്കൂർ. അംബേദ്കറിൻ്റെ കാലത്ത് 9 മണിക്കൂറാക്കി. ഇന്റർനാഷണൽ ലേബർ കോഡിൻ്റെ നിയമം അനുസരിച്ച് അത് 8 മണിക്കൂറാണ്. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കിടക്കുമ്പോഴാണ് വളരെ രസകരമായ രീതിയിൽ AITUC-യെയും CITU-നെയും INTUC-യെയും UTUC-യെയും BMS-യെയും എല്ലാത്തിനെയും പറ്റിച്ചുകൊണ്ട് ശിവൻകുട്ടി അണ്ണൻ്റെ തൊഴിൽ വകുപ്പ് ഇടിച്ചു കയറിപ്പോയത്. എന്താ സംഭവിച്ചെന്നറിയാമോ? 2021 ഡിസംബർ 4 കേരള കോഡ് ഓൺ വേജ് റൂൾസ് കൊണ്ടുവരികയും 2021 2025 4 വർഷം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇതാ ലേബർ കോഡ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് 2025 ജൂലൈ 8 ബന്ദ് നടത്തി. അപ്പോൾ 2025 ജൂലൈ 8 അർദ്ധരാത്രി രാജ്യം മുഴുക്കെ ബന്ദ് നടത്തി ഭാരതത്തെ മുഴുക്കെ സ്തംഭിപ്പിച്ചപ്പോൾ 4 വർഷം മുമ്പേ കേരളം ഈ കോഡ് അങ്ങോട്ട് നടപ്പിലാക്കിയെന്നേ. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഈ കോഡ്, ലേബർ കോഡ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ബില്ലുണ്ടാക്കിയിട്ട് എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്ത് ബംഗാളും ആസാമും തമിഴ്നാട് പോലുള്ള 3-4 സ്റ്റേറ്റുകളായാലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ചില സ്റ്റേറ്റുകൾ 1 കോഡ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞു, ചിലർ 2 ചെയ്യാമെന്ന് പറഞ്ഞു, ചിലർ 3 ചെയ്യാൻ, ചിലർ 4 ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും മഹാഭൂരിപക്ഷ സ്റ്റേറ്റുകളും ഇത് അംഗീകരിച്ചത് കൊണ്ട്, BJP-ക്കാണുള്ള ഭൂരിപക്ഷ സ്റ്റേറ്റുകൾ അംഗീകരിച്ചത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കി പ്രധാനമന്ത്രിയെ കൊണ്ട്. അങ്ങനെ വിജ്ഞാപനം ഇറക്കിപ്പിച്ചപ്പോഴാണ് നമ്മുടെ ജഗപൊകച്ചേട്ടന്മാരെല്ലാം കൂടെ ചാടി വീണപ്പോഴാണ് അവർക്കൊരു അബദ്ധം പറ്റി, ഒരു ആപ്പ് വീണത്. അവർ അബദ്ധം പറ്റിപ്പോയെന്തെന്ന് പറഞ്ഞാൽ 2021 തന്നെ 2025 സമരം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത് ഇറക്കിയതിനെതിരെ അടി ഉണ്ടാക്കുമ്പോൾ 21 തന്നെ നമ്മൾ ശിവൻകുട്ടി അണ്ണൻ്റെ ലേബർ ഉദ്യോഗസ്ഥർ, ലേബർ കമ്മീഷണറും ലേബർ ഉദ്യോഗസ്ഥരെല്ലാം കൂടി രഹസ്യമായിട്ട് യോഗം ചേർന്ന് ആരുടെയും കൺസൾട്ടേഷനും നടത്താതെ ഒരു നിയമം ഉണ്ടാക്കി, ലേബർ കോഡ് ഉണ്ടാക്കി. അടുത്ത് പെട്ടു. ഇതുപോലെയായിരുന്നു PM ശ്രീയിലും. അപ്പോൾ PM ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ വാസുകിയും പിന്നെ എന്താണ് മറ്റേ വേറൊരു വരുന്നുണ്ടായിരുന്നു IAS-കാർ, അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. അവരെല്ലാം കൂടി ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവസാനം ശിവൻകുട്ടി അണ്ണൻ വീണു. GRLൻ്റെ വീട്ടിൽ പോവേണ്ടി വന്നു, കരയേണ്ടി വന്നു. പിന്നെ വിനയ് വിശ്വത്തെ കാണാൻ ചെയ്യുന്നപ്പോൾ അത് സങ്കടമായി. വേണ്ട ദുഃഖം, ജഗ പുക, ആകെ നാശക്കോട്ടയായി. അവസാനം PM ശ്രീ ക്യാബിനറ്റ് കൊണ്ടുവയ്ക്കാതെ വന്നു. അവസാനം ക്യാബിനറ്റിൽ പോകില്ല എന്ന് CPI മന്ത്രിമാർ പറഞ്ഞു. ആലപ്പുഴ മീറ്റിംഗ്, തിരുവനന്തപുരത്ത് മീറ്റിംഗ്, ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ്, പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സ്ഥലത്ത് മീറ്റിംഗ്. വേണ്ട ജഗപുകയെ അവസാനം AKG സെൻറ്ററിൽ നിന്ന് വന്ന് തീരുമാനിക്കുന്നത് വേണ്ട തീരുമാനിക്കുന്നു. രാവിലെ വയ്ക്കുന്ന ക്യാബിനറ്റ് വൈകുന്നേരത്തേക്ക് മാറ്റുന്നു. ക്യാബിനറ്റിലേക്ക് മന്ത്രിമാർ പോകുമോ? ഉദ്വേഗജനകമായ നിമിഷങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടനം, മലപ്പുറം കത്തി, കാസർഗോഡ് കാദർഭായി എല്ലാം സംഭവിച്ചു. അവസാനം പൂച്ച മെരുങ്ങും പോലെ പുലി മെരുങ്ങി പൂച്ചയാവുന്നത് പോലെ CPI മെരുങ്ങി
ക്യാബിനറ്റിൽ അവർ പോവുകയും ചെയ്തു. ആ ക്യാബിനറ്റിൽ വെച്ച് സബ് കമ്മിറ്റി ഉണ്ടാക്കി. സബ് കമ്മിറ്റി കൂടിയില്ല. ഇവിടെ തിരക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ട് സബ് കമ്മിറ്റി കൂടാൻ മന്ത്രിമാരൊന്നും തലസ്ഥാനത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ വേഗം കേരളത്തിൽ എവിടെയെങ്കിലും വെച്ച് സബ് കമ്മിറ്റി കൂടുന്നതാണ്. അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. ഇങ്ങനെ പി എം ശ്രീയുടെ വഴിക്ക് ഇങ്ങനെ ഓടി ആകെ നാശക്കൊട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഡൽഹി പോയി ധർമ്മേന്ദ്ര പ്രസാദിനെ കണ്ടു ശിവൻകുട്ടി. അപ്പോഴൊന്നും മിണ്ടിയില്ല. അതിന് പകരം വേറെ ഒരു സ്കൂളിൽ ഏതോ ജനഗണമന പാടിയെന്നോ, അല്ലെങ്കിൽ അവിടെ എന്തോ വന്ദേമാതരം പാടിയെന്നോ, അല്ലെങ്കിൽ ഗണഗീതം പാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് സരസ്വതി സ്തുതിയാണ് ഈ ഗണഗീതം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ അടുത്തിരിക്കുന്നത് സരസ്വതി വിഗ്രഹത്തിന് ഫ്രണ്ട് ഇരുന്നുകൊണ്ട് സരസ്വതി ദേവിക്കെതിരെ വർത്താനം പറഞ്ഞപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഓക്കെ സി യു, പിന്നെ കാണാമെന്ന് പറഞ്ഞ് നേരെ കയറ്റി വിട്ട് ശിവൻകുട്ടിയെ. അപ്പോഴാണ് അപ്പുറത്തെ വകുപ്പിൽ, തൊഴിൽ വകുപ്പിൽ, ഇവിടെ കേരളത്തിൽ തന്നെ കോടുണ്ടാക്കിയ കഥ കിടക്കുന്നു. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് AITUC പിണങ്ങി. ഇപ്പം അവരാണല്ലോ വലിയേട്ടൻ ചെറിയേട്ടൻ പറയുമ്പോൾ അനിയൻ ബാവ ചേട്ടൻ ബാവ എല്ലാം നടപ്പിലാക്കും, അനിയൻ ബാവ എന്ത് ചെയ്യും, ഇതിനെല്ലാം എതിർക്കും. അപ്പോൾ AITUC CITU നടപ്പിലാക്കാൻ സഹായിച്ചു. അവരെല്ലാ മൗനാനുവാദമൊക്കെ കൊടുത്തു, നടപ്പിലാവട്ടെ. കാരണം എല്ലാ ആഗോളവൽക്കരണമോ സ്വകാര്യവൽക്കരണമോ എന്തെങ്കിലും പുണ്ണാക്കായിക്കൊണ്ട് പോട്ടെ, നടപ്പിലാക്കാൻ വേണ്ടി CITU മൗനാനുവാദം കൊടുത്തു. നമ്മളെ ശിവൻകുട്ടി അണ്ണൻ മൗനാനുവാദം കൊടുത്തു. ലേബർ ഓഫീസർമാരും ലേബർ കമ്മീഷണർമാരെല്ലാം കൂടി വളരെ ഗൗരവതരത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു ഡ്രാഫ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കി. കേരള ഗോഡൌൺ വേജ് റൂൾസ് 2015 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തയ്യാറാക്കി 2021 ഡിസംബർ 4 അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴാണിത് AITUC അപ്പോഴും അവരറിഞ്ഞില്ല. അവരറിയാതെ 4 വർഷം കടന്നുപോയി. പിന്നെ ബന്ധമൊക്കെ നടത്തിയിട്ടും അവരറിയുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചപ്പോഴാണ് നമ്മുടെ ചേട്ടന്മാർ വീണ്ടും ഉണർന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. 21 തീരുമാനിച്ചു വച്ചിരിക്കുന്നു. ഒരൊറ്റ മനുഷ്യനോട് കൺസൾട്ട് ചെയ്തില്ല, ആരോടും ആലോചിക്കാതെ രഹസ്യമായി ശിവൻകുട്ടി ചേട്ടൻ അങ്ങ് വിളിച്ചു, നടപ്പിലാക്കി, പിന്നെ പാസ്സാക്കി. ഇന്നിപ്പോൾ ശിവൻകുട്ടി ചേട്ടൻ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഉടനെ തന്നെ ലേബർ കോൺക്ലേവ് നടത്തുകയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾക്ക് മുമ്പേ പോകാനും അറിയത്തില്ല, പിറകെ പോകാനും അറിയത്തില്ല, കൂടെ പോകാനും അറിയത്തില്ല. നമ്മൾ തർക്കം, അടി, വിവാദം എല്ലാത്തിലും ഒപ്പുവെക്കുകയും ചെയ്യും, വഴക്കുണ്ടാക്കുകയും ചെയ്യും. പൈസ കിട്ടാനുള്ള വാങ്ങിച്ചെടുക്കാനും അറിഞ്ഞുകൂടാ. പിന്നെ ആകെ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ലേബർ കോഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ വിടൂല. എന്നാൽ ലേബർ കോഡിൽ കറക്റ്റ് സമയത്ത് അത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വെച്ചോ? ഇല്ല. കറക്റ്റ് സമയത്തിന് കോൺക്ലേവ് നടത്തിയോ? ഇല്ല. പൊതുജന അഭിപ്രായം എടുത്തോ? ഇല്ല. അത് ഫൈനലൈസ് ചെയ്തോ? ഇല്ല. അഭിപ്രായം പറഞ്ഞോ? ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചോ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന്? ഇല്ല. അവസാനം കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ചാടി ഇറങ്ങുന്നു, ഞങ്ങൾ എതിർക്കുന്നു, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്. നേരത്തെ ഫ്രിഡ്ജിൽ ഇത് പാസ്സാക്കി എല്ലാവരും കൂടെ കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ലേബർ കോഡ് ജഗപുക. PM ശ്രീ കഴിഞ്ഞു, അടുത്തത് ലേബർ കോഡ് കയറി വന്നിട്ടുണ്ട്. ശിവൻകുട്ടി അണ്ണനെ വിദ്യാഭ്യാസ വകുപ്പ് പാര പണിഞ്ഞു കൊടുത്ത ഉദ്യോഗസ്ഥർ പാര പണിഞ്ഞപ്പോൾ ലേബർ വകുപ്പ്, കൂടെയുള്ള ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ ശിവൻകുട്ടി അണ്ണന് പാര പണിയണ്ട, ഞങ്ങളും പാര പണിയും എന്ന് പറഞ്ഞ് അവർ ലേബർ കോഡ് വെച്ചു കൊടുത്തു. 2 ചെക്കായി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ചതുരംഗക്കളത്തിൽ കിടന്ന് ശിവൻകുട്ടി അണ്ണൻ കറങ്ങുകയാണ്. ഇപ്പോൾ ധാരാളമായി മീറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു.